ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ ഭക്ഷ്യക്ഷാമം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വിളകൾ വിമതസേന അപഹരിച്ചതോടെ നടാൻ വാങ്ങിവെച്ച വിത്തുകൾ തിന്ന് വിശപ്പടക്കുകയാണ് കർഷകർ. മലേറിയ അടക്കമുള്ള പകർച്ചവ്യാധികളും പോഷകാഹാരക്കുറവും കാരണം എല്ലാ 2 മണിക്കൂറിലും ഓരോ കുഞ്ഞു വീതം മരിക്കുന്നുവെന്ന് ആരോഗ്യ പ്രവർത്തകർ വെളിപ്പെടുത്തുന്നു. ഇലകളും മണ്ണുമടക്കമുള്ളവ ഭക്ഷിച്ച് വിശപ്പടക്കുന്ന ജനങ്ങളെയാണ് സുഡാനിൽ കാണാനുള്ളതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൊഴിൽ, ഭക്ഷണം എന്നിവ മിക്ക ആളുകൾക്കും ലഭ്യമാകുന്നില്ല. വിളകളടക്കം നഷ്ടമായതോടെ സ്വന്തം സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട അവസ്ഥയിലാണവർ. വിവിധ സംഘടനകൾ നൽകുന്ന മരുന്നും ഭക്ഷണവും അടക്കമുള്ളവയും വിമതസേന അപഹരിക്കുകയാണ്. അന്തർദേശീയ തലത്തിൽ രാജ്യത്തേക്ക് എത്തുന്ന സഹായങ്ങളും വിമതസേന തടയുകയാണ്. പട്ടിണി രാജ്യത്ത് വിഭാഗ വ്യത്യാസമില്ലാതെ പിടിമുറുക്കുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിളകൾ അപഹരിക്കുന്നതിനൊപ്പം കൃഷി ആയുധങ്ങളും വിമതസേന നശിപ്പിക്കുന്നത് വഴി കൃഷി ഇറക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലാണ് കർഷകർ. വിമതസേനയുടെ അധീനതയിലുള്ള മേഖലകളിൽ സഹായമെത്തിക്കാൻ സുഡാൻ സേന അനുവദിക്കാത്തതും വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. 50,000-ലധികം പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഇക്കഴിഞ്ഞ വർഷം സഭയിൽ അംഗങ്ങളായതായി കൊറിയയിലെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ്. 2023 കൊറിയയിലെ കത്തോലിക്ക സഭയുടെ സ്ഥിതിവിവര കണക്കുകളിലാണ് ദക്ഷിണ കൊറിയയിൽ മാത്രം 51,307 പേർ ജ്ഞാനസ്നാനം സ്വീകരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 4 മടങ്ങ് വർധനവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരിൽ 13,000 ശിശുക്കളും ഉൾപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. കോവിഡിന് ശേഷം കൊറിയയിലെ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രമാനുഗതമായ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് 59,76,675 കത്തോലിക്കരുള്ളതായി കണക്കുകൾ പറയുന്നു. ഇതിൽ 1.5 ദശലക്ഷത്തിലധികം പേർ സിയോൾ അതിരൂപതയിലും ഏകദേശം 1 ദശലക്ഷത്തിലധികം പേർ സുവോൻ രൂപതയിലുമാണുള്ളത്. ഞായറാഴ്ച ആചരണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണവും കോവിഡിന് ശേഷം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കോവിഡ് കാലത്ത് ആരംഭിച്ച വിശുദ്ധ കുർബാന സംപ്രേഷണം ചിലയിടങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. എല്ലാ ദിവസവും ദേവാലയത്തിൽ എത്തുന്നതിന് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ സിയൂൾ അതിരൂപതയിൽ നടത്തുന്നുണ്ട്. 2024 ഏപ്രിൽ 10 നടന്ന ദക്ഷിണ കൊറിയയുടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ 80 കത്തോലിക്കരും ഉൾപ്പെടുന്നുണ്ട്. 2014 ഫ്രാൻസിസ് പാപ്പ ദക്ഷിണ കൊറിയ സന്ദർശിച്ചിരുന്നു. 2027 ലോക യുവജനത്തിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ് സിയൂൾ അതിരൂപത. ദക്ഷിണാഫ്രിക്കയിൽ വൈദികൻ വെടിയേറ്റ് മരിച്ചു. കോൺഗ്രിഗേഷൻ ഓഫ് സേക്രഡ് സ്റ്റിഗ്മാറ്റ അംഗവും സദേൺ ആഫ്രിക്കൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ മുൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസറുമായ ഫാദർ പോൾ ടാറ്റു മോത്തോബിയാണ് കൊല്ലപ്പെട്ടത്. ലെസോത്തോയിലെ മസീറു അതിരൂപത സ്വദേശിയായ ടാറ്റു ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. സിംബാബ്വേയുടെ അതിർത്തി നഗരമായ ബെയ്റ്റ് ബ്രിഡ്ജിലേക്കുള്ള യാത്രാമധ്യേ കാറിൽ വെച്ച് വെടിയേറ്റ നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. സംഭവത്തിൽ ആഫ്രിക്കൻ ബിഷപ്പ് കോൺഫറൻസ് അനുശോചനം രേഖപ്പെടുത്തി. വൈദികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിക്കുകയാണെന്ന് പറഞ്ഞ ബിഷപ്പുമാർ ഇക്കഴിഞ്ഞ മാർച്ച് 13 കൊല്ലപ്പെട്ട സെന്റ് പാട്രിക്സ് മിഷണറി സൊസൈറ്റിയിലെ ഫാദർ വില്യം ബാൻഡയുടെ കാര്യവും അനുസ്മരിച്ചു. ഫാദർ പോൾ ടാറ്റുവിന്റെ മരണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ദക്ഷിണാഫ്രിക്കയിലെ സുരക്ഷയുടെയും ധാർമ്മികതയുടെയും വഷളായ അവസ്ഥയുടെ വേദനാജനകമായ ഉദാഹരണമാണെന്നും സഭാ നേതാക്കൾ കൂട്ടിച്ചേർത്തു. ദൈവശാസ്ത്ര പഠനത്തിന് മുൻപ് ദക്ഷിണാഫ്രിക്കയിലെ ഖനിത്തൊഴിലാളികളോടൊപ്പം താമസിച്ച് ജോലി ചെയ്തിരുന്ന ഫാദർ ടാറ്റു 2008 വൈദികനായി അഭിഷിക്തനായത്. രാജ്യത്തെ ജനങ്ങളെ സേവിക്കുന്നതിന് ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന വൈദികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബിഷപ്പുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 6 വർഷങ്ങൾക്ക് മുൻപ് ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിലെ രംഥാൻ ഗ്രാമത്തിൽ നിന്നുള്ള ആൻഡ്രൂ ഹെൻഗാം പമൈ. ഒരു സായാഹ്നത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് ആൻഡ്രൂവിനെ വീഡിയോ കോൾ ചെയ്തു. പ്രാർത്ഥനയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിലെ ഒരു ഭാഗം വായിച്ചു. ആൻഡ്രൂവിൻ്റെ അമ്മ അവരുടെ മാതൃഭാഷയായ റോങ് മീ ബൈബിളിൽ നിന്ന് അതേ ഭാഗം വായിക്കാൻ നോക്കിയപ്പോൾ ആ ബൈബിളിൽ അതുണ്ടായിരുന്നില്ല. പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മണിപ്പൂരിലെ മിക്ക കുടുംബങ്ങളിലും ബാപ്റ്റിസ്റ്റുകൾ പരിഭാഷപ്പെടുത്തിയ റോങ് മീ ബൈബിളാണ് ഉപയോഗിക്കുന്നതെന്നും ബൈബിളിലെ പല പുസ്തകങ്ങളും ആ പരിഭാഷയിൽ ഇല്ല എന്നും ആൻഡ്രൂ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങളും റോങ് മീ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയത്. ഇന്ന് മണിപ്പൂരിലും മറ്റ് വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യാപകമായി സംസാരിക്കുന്ന തൻ്റെ മാതൃഭാഷയായ റോങ് മീയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുന്ന തിരക്കിലാണ് ആ 27-കാരൻ. ഇതിനിടെ സിവിൽ സർവീസസ് പഠനം ഉപേക്ഷിച്ച ആൻഡ്രൂ ഡൽഹിയിലെ ജെസ്യൂട്ട് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള
വിദ്യജ്യോതി കോളേജ് ഓഫ് തിയോളജി നടത്തിയ വിദൂര വിദ്യാഭ്യാസ പരിപാടിയിലൂടെ ദൈവശാസ്ത്രത്തിൽ മികച്ച വിജയം നേടുകയും ചെയ്തു. 2020 കോവിഡ് സമയത്ത് ഇംഫാൽ അതിരൂപതയിലെ ഫാദർ നിങ്മെയ് തോമസ് ബൈബിളിലെ ചില പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യാൻ ആൻഡ്രൂവിനെ ഏൽപ്പിച്ചു. അങ്ങനെ വെളിപാടിൻ്റെ പുസ്തകം റോങ്മി ഭാഷയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു. ആ ഇടയ്ക്ക് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലൂമൺ റോങ്മി കാത്തലിക് ബൈബിൾ ട്രാൻസ്ലേഷൻ കമ്മിറ്റിക്ക് അംഗീകാരം നൽകി. ദൈവകൃപയാൽ റോങ്മി കാത്തലിക് ബൈബിൾ ഈ വർഷം പുറത്തിറങ്ങുമെന്ന് ആൻഡ്രൂ പറഞ്ഞു. തുടർ നടപടിയെന്ന നിലയിൽ റോങ്മി ഭാഷയിലേക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വിവർത്തനം ചെയ്യാനുള്ള പദ്ധതിയും ആൻഡ്രൂവിനുണ്ട്. കൊഹിമ ജസ്യൂട്ട്, വിദ്യജ്യോതി എന്നിവരുമായി സഹകരിച്ച് 20 ബൈബിൾ വ്യാഖ്യാന പുസ്തകങ്ങളുടെ ഒരു പരമ്പര എഴുതാനും പദ്ധതിയുണ്ട്. വ്യാഖ്യാന പരമ്പര പൂർത്തിയാക്കിയ ശേഷം റോങ്മി ഭാഷയിൽ സിസ്റ്റമാറ്റിക് തിയോളജിയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതാനും ആൻഡ്രൂ ലക്ഷ്യമിടുന്നു. ഈ പുസ്തകങ്ങളുടെയെല്ലാം സംഗ്രഹം തയ്യാറാക്കി സഭാ അനുമതിക്കായി ഇംഫാൽ ആർച്ച് ബിഷപ്പിന് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.